സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിപ്പോ നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത വിസ്ഡം ഓഫ് നോളേജ്, നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട്, പിന്നെ സ്ട്രക്ചർ ഓഫ് ഐ ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർമ്മയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്തത്. വിസ്ഡം ഓഫ് നോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നമ്മുടെ സെൻസ് ഓർഗൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഏതൊക്കെയാണ് സെൻസ് ഓർഗൻസ് ഉള്ളത് എന്ന് പറഞ്ഞു. പിന്നെ അതിൽ കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞു പേപ്പർ കട്ടിങ്സിനെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ ആ സെൻസ് ഓർഗൻസ്, അവരുടെ റിസപ്റ്റേഴ്സും എന്താണ് സ്റ്റിമുലസ് എന്നുള്ളതൊക്കെ പറഞ്ഞത് ഓർമ്മല്ലേ? എത്ര സെൻസ് ഓർഗൻസ് ഉണ്ടായിരുന്നു നമുക്ക്? എത്ര സെൻസ് ഓർഗൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? 5 സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലെ? ഐ ഉണ്ട്, ഇയർ ഉണ്ട്, ടങ്, സ്കിന്ന്, നോസ്. ഈ 5 നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത് അല്ലെ? അതില് അവർക്കൊക്കെ എന്തുണ്ട്? ഓരോ റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മളെ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ പുറത്ത് എന്ത് സംഭവിക്കുന്നോ അത് നമ്മൾ അറിയണല്ലോ. അങ്ങനെ നമ്മൾ അറിയാനായിട്ട് നമുക്ക് സ്റ്റിമുലസ് റിസീവ് ചെയ്യാനായിട്ടുള്ള കുറെ റിസപ്റ്റർ സെൽസ് ഉണ്ട് ഈ സെൻസ് ഓർഗൻസിൽ. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഐ ആയിരുന്നു അല്ലെ? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഐ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഐന്റെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്താ? ഐയിൽ എന്തൊക്കെയാണ് കുറെ എന്താ പറയാ, ഐന് കുറച്ച് പ്രൊട്ടക്ഷൻസ് ഉണ്ട്, കുറച്ച് കവറിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർമ്മല്ലേ? ഐ ഇങ്ങനെ കവർ ചെയ്ത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് പുറത്തേക്ക് നമുക്കതിനെ പുറമേക്ക് കാണുമെങ്കിൽ പോലും അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ അതിലേതൊക്കെയാ വരുന്നത്? നമ്മുടെ ഐ സോക്കറ്റ് വരും, എക്സ്റ്റേണൽ ഐ മസിൽസ്. അതിന് നമ്മൾ എന്താ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓർമ്മയുണ്ടോ? ബാഹ്യ കൺപേശികൾ എന്നൊക്കെ പറഞ്ഞു അല്ലെ? ഐ സോക്കറ്റ്, എക്സ്റ്റേണൽ ഐ മസിൽസ് വെച്ചിട്ട്, പിന്നെ അതുപോലെ ഐബ്രോസ്, ഐ ലാഷസ്, ഐ ലിഡ്സ്, പിന്നെ നമ്മുടെ കണ്ണിലുള്ള ഒരു ലെയർ ആണ് കൺജക്റ്റീവ, അത്, പിന്നെ ടിയേഴ്സ്, നമ്മുടെ കണ്ണീര്. ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ കണ്ണിനെ എങ്ങനെ എപ്പോഴും ലൂബ്രിക്കേറ്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നടക്കുകയാണ്. അതിനെ കറക്റ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്ത് വെച്ച്, പിന്നെ വലിയ വലിയ എന്താ പറയാ, പുറത്തുനിന്നുള്ള പ്രഷറും കാറ്റുകളും നമ്മുടെ കണ്ണിലേക്ക് അധികം കയറാതെ, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ കണ്ണിലേക്ക് കയറാതെ പ്രൊട്ടക്ട് ചെയ്തു. ഇപ്പൊ അഥവാ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് കണ്ണിന്റെ ഉള്ളിലേക്കൊക്കെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ക്ലീൻ ചെയ്ത് അപ്പോഴേ കളയണം അല്ലെ? അങ്ങനെ ക്ലീൻ ചെയ്ത് കളയാനായിട്ട് നമുക്ക് ആരാള്? ടിയേഴ്സ് ഉണ്ട് അല്ലെ? ടിയേഴ്സിന്റെ ഉള്ളിൽ, അതായത് നമ്മുടെ കണ്ണീരിൽ ലൈസോസൈം എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം ഉണ്ട്. ആ എൻസൈം ആണ് ആക്ച്വലി നമ്മുടെ കണ്ണിനെ എഫക്ട് ചെയ്യണത്. ഈ ജേംസ് ഒക്കെ, പുറത്തുനിന്നുള്ള എന്തെങ്കിലും ജേംസ്, ഫോറിൻ പാർട്ടിക്കിൾസ്, ഇതൊക്കെ കണ്ണിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ടിയേഴ്സ്, അല്ലെങ്കിൽ ലൈസോസൈം എൻസൈംസിന്റെ ടിയേഴ്സ് ആണ്. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മുടെ കണ്ണിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മള് ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത സാധനം നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഐ. അത് ഓർമ്മയില്ലേ? ഇത് കുറച്ച് ഫസ്റ്റ് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ വീണ്ടും വീണ്ടും നിങ്ങൾ 1-2 പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് സ്ട്രക്ചർ ഓഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ളത്. അറിയില്ലേ സ്ട്രക്ചർ ഓഫ് ഐ? എന്തൊക്കെയായിരുന്നു സ്ട്രക്ചറിൽ വരുന്നത്? 3 ലെയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? നമ്മുടെ കണ്ണിന് 3 ലെയേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു ആ ലെയേഴ്സിന്റെ പേര്? എന്തൊക്കെയായിരുന്നു? ഓർമ്മയില്ലേ? സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന അല്ലെ? സ്ക്ലീറ ഉണ്ട്, കൊറോയിഡ് ഉണ്ട്. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. ഇങ്ങനെ 3 ആൾക്കാരാണ് നമ്മുടെ കണ്ണിന്റെ മെയിൻ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സ്ക്ലീറ എന്ന് പറയുന്നതാണ് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ, അല്ലെങ്കിൽ ഏറ്റവും പുറമേയുള്ള ലെയർ ആണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ എന്നൊക്കെ പറയുന്നത്. അവർ ആക്ച്വലി ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണ്? കണക്റ്റീവ് ടിഷ്യൂസിനെ കൊണ്ടാണ് നമ്മുടെ സ്ക്ലീറയെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. ഇനി ഈ സ്ക്ലീറ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൂർത്ത് മീൻസ് ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാം അല്ലെ? സ്ക്ലീറയുടെ ഔട്ടർ കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ആന്റീരിയർ പാർട്ട് ആണ്, അല്ലെങ്കിൽ സ്ക്ലീറയുടെ ഈ പുറമേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ആന്റീരിയർ പോർഷൻ ആണ് ആര്? കോർണിയ. ഓക്കെ. കോർണിയ എന്ന് പറയും. അവര് ട്രാൻസ്പെറന്റ് ആണ്, നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എവിടെ വരുന്നത്? കോർണിയയിൽ വരുന്നത്.
ഓക്കെ. ഇനി ആ കോർണിയ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആരുണ്ട്, കൺജക്റ്റീവ് ഉണ്ട്. ഈ കോർണിയ അല്ലാത്ത ബാക്കി സ്ക്ലീറേനെ കവർ ചെയ്യുന്ന പോർഷൻ ആണ് ആര്, ഫ്രണ്ടിലുള്ള പോർഷൻ ആണ് കൺജക്റ്റീവ. അതെ, ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. മിസ് ഇവിടെ വരയ്ക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ എന്താ പറയാ, കോർണിയയുടെ പോർഷൻ അല്ലാതെ ബാക്കി സ്ക്ലീറയുടെ പോർഷനെ നമ്മൾ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൺജക്റ്റീവ. ഓക്കെ. സ്ക്ലീറയുടെ ഫ്രണ്ട് പാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയർ ആണ് കൺജക്റ്റീവ. ഓക്കെ. കോർണിയനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല കേട്ടോ, ബാക്കി ഭാഗത്തിനെയാണ് പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ. അതാണ് നമ്മൾ സ്ക്ലീറയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. സ്ക്ലീറ അതിന്റെ ഫ്രണ്ടിലേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു പോർഷൻ ആണ് കോർണിയ. അവര് ട്രാൻസ്പെറന്റ് ആണ്. കോർണിയ അല്ലാത്ത ബാക്കി ആന്റീരിയർ പോർഷനിൽ സ്ക്ലീറനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൺജക്റ്റീവ. ഇത്രയും നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് പറയുന്ന അടുത്ത ലെയർ ആണ് നമ്മുടെ ആര്, കൊറോയിഡ് ലെയർ. കൊറോയിഡ് ലെയർ, കൊറോയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ, നടുവിലുള്ള ലെയർ ആണ് അല്ലെ. സ്ക്ലീറയുടെയും റെറ്റിനയുടെയും നടുവിലായിട്ട് മിഡിൽ ലെയർ ഓഫ് ദ ഐ ആണ് കൊറോയിഡ്. അതിന് നമ്മൾ എന്ത് പറയും, രക്തപടലം എന്ന് കൂടി പറയും കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ബ്ലഡ് വെസൽസ് ഒക്കെ കാണുന്നത് കൊറോയിഡിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ലെൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ സീലിയറി മസിൽസ് ഒക്കെ ഉണ്ടല്ലോ, സീലിയറി മസിൽസ് ഒക്കെ കാണുന്നത് നമ്മുടെ കൊറോയിഡിലാണ്. പിന്നെ നമ്മൾ കൊറോയിഡിൽ പറഞ്ഞിട്ടുള്ള മെയിൻ ഐറിസും പ്യൂപ്പിളും ഓർമ്മല്ലേ? ഐറിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, കൊറോയിഡിന്റെ ഫ്രണ്ടിലേക്കുള്ള സിലിയറി മസിൽസിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു വിരല് പോലത്തെ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഐറിസ് എന്ന് പറയുന്നത്. ഓക്കെ. വിരല് പോലെ കുറച്ചിങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷനെയാണ് നമ്മൾ ഐറിസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ ഐറിസിന്റെ ഈ രണ്ട് സൈഡിലെ ഐറിസിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് മിസ് വരയ്ക്കുന്നുണ്ട്, കാണുന്നില്ലേ? ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഉള്ള പോർഷനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഈ പ്യൂപ്പിളിന്റെ പ്രത്യേകത എന്താ, പ്യൂപ്പിൾ വഴിയാണ് കണ്ണിലേക്ക് ലൈറ്റ് കടന്നു പോണത്. ഈ ലെൻസിന്റെ അടുത്തേക്ക് ലൈറ്റിനെ എത്തിക്കുന്നത് ആരാ, അല്ലെങ്കിൽ മീൻസ് എന്തെങ്കിലും ഒരു സുഷിരം അല്ലെങ്കിൽ ഒരു ഹോള് വേണല്ലോ, ആ ഹോളിലൂടെ അല്ലേ ലൈറ്റ് പാസ് ചെയ്യുക. ആ സുഷിരമാണ് ആര്, പ്യൂപ്പിൾ. രണ്ട് ഐറിസിന്റെ ഇടയിലുള്ള ഒരു കുഞ്ഞു സ്ഥലമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഐറിസിന് വേറൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുണ്ട്, അവർക്ക് മെലാനിൻ പിഗ്മെന്റിന്റെ പ്രസൻസ് ഉണ്ട് അവരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലെ. പിന്നെ നെക്സ്റ്റ് വരുന്ന പോർഷൻ ആണ് ലെൻസ്. ലെൻസിന്റെ പ്രത്യേകത എന്താ ഹ്യൂമൻ ബീങ്സിൽ ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഇലാസ്റ്റിക് ആണ്, ട്രാൻസ്പെറന്റ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ്. നമുക്ക് അറിയാലോ, പ്ലെയിൻ ലെൻസ് ഉണ്ട്, കോൺകേവ് ലെൻസ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. ഇത് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ നമ്മുടെ ലെൻസ് എന്താ, ഹ്യൂമൻ ബീങ്സിന്റെ ലെൻസ് എന്താണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ. അപ്പൊ ഇലാസ്റ്റിക് ആണ്, ട്രാൻസ്പെറന്റ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ. ഇവര് ആക്ച്വലി ലെൻസിനെ ഓൺ പൊസിഷനിൽ കറക്റ്റ് ആയിട്ട് വെക്കുന്ന ആൾക്കാരാരാ, സീലിയറി മസിൽസും ലിഗമെന്റ്സും ഒക്കെ ഉണ്ട്. ദേ ഈ കുറെ ഇങ്ങനെ പേശികള് ലായുക്കൾ ഈ സൈഡിൽ കണ്ടോ, പേശികള് ലായുക്കളൊക്കെ ഉണ്ട് രണ്ട് സൈഡിൽ. ഇവരെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലെൻസിനെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ലെയർ ആണ് ആര്, നമ്മുടെ റെറ്റിന എന്ന് പറഞ്ഞിട്ടുള്ള ലെയർ. മൂന്നാമത്തെ ലെയർ ആണ്. ഈ റെറ്റിനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, റെറ്റിനയിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയായിരുന്നു, ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഉണ്ടല്ലേ. അതാണ് റെറ്റിനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഇന്നർ ലെയർ ആണ്. അതുപോലെ തന്നെ അവർക്ക് ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഉണ്ട്. ഓക്കെ. ഈ ഫോട്ടോ റിസപ്റ്റർ സെൽസിന്റെ പ്രത്യേകത എന്താ, അവരാണ് നമുക്ക് കാഴ്ച അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിമുലസിനെ, പുറത്തുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ലൈറ്റിനെ ഒക്കെ റിസീവ് ചെയ്ത് ആ സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് ഇമ്പൾസ് ആക്കി മാറ്റുന്ന ആൾക്കാരാണ് ആര്, ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞിട്ട് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു ഓർമ്മ ഉണ്ട്, റോഡ് സെൽസും കോൺ സെൽസും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റോഡ് സെൽസ്, പിന്നെ രണ്ടാമത്തത് കോൺ സെൽസ്, കോൺസെൽസുമാണ് കേട്ടോ. ഈ രണ്ടെണ്ണമാണ് നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്തായിരുന്നു, യെല്ലോ സ്പോട്ടും ബ്ലൈൻഡ് സ്പോട്ടും ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. റെറ്റിനയിലുള്ള ആൾക്കാരാണ് യെല്ലോ സ്പോട്ടും ബ്ലൈൻഡ് സ്പോട്ടും. യെല്ലോ സ്പോട്ടിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, യെല്ലോ സ്പോട്ടിന്റെ പ്രത്യേകത എന്താ, അവിടെയാണ് നമ്മുടെ റെറ്റിനയിൽ ഫുൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്, പക്ഷെ ഈ യെല്ലോ സ്പോട്ടിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ കാണാം. ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ കാണുന്ന ഏരിയയാണ് ആര്, നമ്മുടെ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ. ഇനി ബ്ലൈൻഡ് സ്പോട്ടിന്റെ പ്രത്യേകത എന്താ, അവിടെ ഒരു ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ടാവില്ല, റോഡ് സെൽസും ഉണ്ടാവില്ല, കോൺ സെൽസും ഉണ്ടാവില്ല. ഫോട്ടോ റിസപ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഏരിയയാണ്
ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബ്ലൈൻഡ് സ്പോട്ടിന്റെ അവിടെ നിന്നാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് ഒറിജിനേറ്റ് ചെയ്ത് പോകുന്നത്. ആ ഒപ്റ്റിക് നെർവിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ഇമ്പൾസ്, നമുക്ക് കാഴ്ചക്കുള്ള നമ്മുടെ ഇമ്പൾസസ് ഉണ്ടല്ലോ, ഈ സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് നമ്മൾ ഇമ്പൾസ് ആക്കി എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ്. ആ ഇമ്പൾസിനെ ക്യാരി ചെയ്ത് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ ഒപ്റ്റിക് നെർവ് എന്ന് പറയണത്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഒപ്റ്റിക് നെർവ് എന്താന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ പഠിച്ചത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഏറ്റവും ഫൈനലായിട്ട് ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? നമ്മുടെ അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറിനെ പറ്റിയിട്ട് പറഞ്ഞു അല്ലെ. ഈ ഇവിടെ ഉള്ള ആൾക്കാരെ പറയുന്ന പേരാണ്, ഒരു മിനിറ്റ് വരയ്ക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെയുള്ള ഈ ഒരു ചേംബറിനെ പറയുന്ന പേരാണ് അക്വസ് ചേംബർ. അവിടെ കാണുന്ന ഫ്ലൂയിഡ് ആണ് അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് വാട്ടർ ലൈക്ക് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യും, ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ്. അവരുടെ പ്രത്യേകത എന്താ? അവരുടെ ഫങ്ഷൻ എന്തായിരുന്നു? ഓക്സിജനും നറിഷ്മെന്റും അല്ലെങ്കിൽ ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ കുറെ സെൽസ് ഉണ്ടല്ലോ, ആ സെൽസിന് വേണ്ടിയിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് അക്വസ് ഹ്യൂമറിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ. ഇനി ഇവിടെ കാണുന്ന ഈ വലിയ ചേംബർ ആണ് എന്ത്? വിട്രിയസ് ചേംബർ എന്ന് പറയുന്നത്. ഈ വിട്രിയസ് ചേംബറിൽ എന്താ ഉള്ളത്? വിട്രിയസ് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവര് എന്തായിരുന്നു? അവരുടെ പ്രത്യേകത എന്താ? ജെല്ലി ലൈക്ക് ആയിട്ടുള്ളത് ഫ്ലൂയിഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവര് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ കണ്ണിന്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ഷേപ്പ്, ഐബോൾ, ഈ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഇല്ലേ, ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സഹായിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ വിട്രിയസ് ഹ്യൂമർ അല്ലെങ്കിൽ വിട്രിയസ് ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ. നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള, അതായത് നമ്മുടെ കണ്ണിന് കുറെ 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 പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ. കണ്ണിലേക്ക് വരുന്ന പ്രകാശത്തിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കണ്ണിലേക്ക് എന്ത് പ്രകാശം വരുവാണെങ്കിലും അവരെ നമ്മൾ ആക്ച്വലി റെഗുലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് ഇപ്പൊ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ്, ഭയങ്കര ലൈറ്റ് വരുവാണെങ്കിൽ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഐലിഡ് പ്രൊട്ടക്ട് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ണങ്ങ് അടയ്ക്കും. കണ്ണ് ഭയങ്കര സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ റെറ്റിന എന്നൊക്കെ പറയുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ലെയർ ആണ്. ലൈറ്റ് ഇങ്ങനെ ഭയങ്കര ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് ഒക്കെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണിന് ശരിക്കും ഡാമേജ് പറ്റും. ഇപ്പൊ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, ലേസർ, കണ്ണിലേക്ക് ലേസർ ഒന്നും അടിക്കില്ലേ, ലേസർ അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയണത്. അങ്ങനെ പറയുന്നത് ആ ലൈറ്റ് ഒക്കെ ഭയങ്കര എന്താ പറയാ, വേവ് ലെങ്ത് അല്ലെങ്കിൽ ഭയങ്കര ഷാർപ്പനായിട്ടുള്ള ലൈറ്റ് ആണ്. അങ്ങനത്തെ ലൈറ്റുകളൊക്കെ നമ്മുടെ കണ്ണിൽ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ഈ ഫോട്ടോ റിസപ്റ്റർ സെൽസിനൊക്കെ ഡാമേജ് പറ്റും. ഉം. അങ്ങനെ ഡാമേജ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ഡാമേജ് ഒന്നും നമുക്ക് പിന്നെ എന്താ പറയാ, അതിനെ റിട്രീവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ഡാമേജ് ആയത് തന്നെയാണ്, പിന്നെ കാഴ്ചശക്തിയെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ നമ്മൾ അത്രയും പ്രൊട്ടക്ട് ചെയ്തിരിക്കേണ്ട ഒരു ഓർഗനാണ് നമ്മുടെ കണ്ണ്. അപ്പൊ ഈ ലൈറ്റ് കൂടുതലായിട്ട് കണ്ണിലേക്ക് വരുന്നത് പാടില്ല. മീൻസ് അതായത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ലൈറ്റ് മാത്രമേ കണ്ണിന്റെ ഉള്ളിലേക്ക് പോവാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മുടെ കണ്ണ് റെഗുലേറ്റ് ചെയ്യണേ? ആരാണ് നമ്മുടെ കണ്ണിന്റെ ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നതെന്നറിയോ? അതായത് നമ്മുടെ കണ്ണിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചപ്പോൾ ഐറിസ്, രണ്ട് ഭാഗത്തുനിന്ന് ഐറിസും വരുന്നുണ്ട്. പിന്നെ ഒരു ഐറിസിന്റെ ഇടയിലുള്ള കുഞ്ഞി ഹോൾ ആരായിരുന്നു? പ്യൂപ്പിൾ. ഈ ഐറിസും പ്യൂപ്പിളുമാണ് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഇനി കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വരരുത്. അതായത് നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് വരുന്നു, പുറമേ നിന്നുള്ള ലൈറ്റ് ഉള്ളിലേക്ക്, കണ്ണിനുള്ളിലേക്ക് കടക്കുന്നു. ആ കടക്കുന്ന പോയിന്റിൽ ഇവരെ നമ്മൾ നിയന്ത്രിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ കടക്കുന്ന പോയിന്റിൽ ആരാ ഉള്ളത്? നമ്മുടെ ഐറിസും പ്യൂപ്പിളും അല്ലേ ഉള്ളത്. ഇപ്പോ ഈ ഫിഗർ നോക്കിയേ, ദേ ഈ ഫിഗർ കണ്ടോ? അതായത് നമുക്കിപ്പോ എന്താ പറയാ, ദേ ഈ ലൈറ്റ് ഇങ്ങനെയാണ് വരിക അല്ലെ. ഈ ലൈറ്റ് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ഇങ്ങനെ അങ്ങ് വരുന്ന സമയത്ത് ഇവിടെ ഉള്ള ആൾക്കാരാരാ? ഐറിസും
പ്യൂപ്പിളും ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു പോർഷൻ, ഈ പോർഷൻ ആണ് ആക്ച്വലി ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാര്. ഓക്കെ, ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഐറിസും പ്യൂപ്പിളും. ഓക്കെ, അപ്പോ ഇനി എങ്ങനെയാണ് അവർ റെഗുലേറ്റ് ചെയ്യണത്? ഇപ്പൊ ഇവിടെ ഈ ഒരു ഇമേജ് കണ്ടോ, ഈ ഒരു ഒറ്റ ഇമേജ് ഒന്ന് നോക്കിയേ, ഈ ഒരു ഒറ്റ ഇമേജ് നോക്കിയേ. ഡിം ലൈറ്റ് ആവണ സമയത്തും ബ്രൈറ്റ് ലൈറ്റ് ആവുന്ന സമയത്തും നമ്മുടെ കണ്ണിന്റെ മീൻസ് കണ്ണിന്റെ ഉള്ളിലെ ആ കൃഷ്ണമണിയാണല്ലോ നമ്മുടെ ഐറിസ് എന്ന് പറയുന്നത്, അവരിൽ വരുന്ന ചേഞ്ച് കണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ രണ്ട് കണ്ണൊന്ന് നോക്കിയേ. ചേഞ്ച് ഇൻ പ്യൂപ്പിൾ ഇൻ ഡിം ലൈറ്റും ചേഞ്ച് ഇൻ പ്യൂപ്പിൾ ഇൻ ബ്രൈറ്റ് ലൈറ്റും. ബ്രൈറ്റ് ലൈറ്റ് വരുന്ന സമയത്തും ഡിം ലൈറ്റ് വരുന്ന സമയത്തും വരുന്ന വ്യത്യാസം എന്താണ്? എന്താ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അവിടെ? എന്താണ് അവരിൽ വരുന്ന വ്യത്യാസം? ഡിം ലൈറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ പ്യൂപ്പിൾ കണ്ടോ, പ്യൂപ്പിള് ഭയങ്കര വലുതല്ലേ? ഈ കണ്ണില് നമ്മുടെ കൃഷ്ണമണി എന്ന് പറയണ ആ സംഭവം ഭയങ്കര വലുതായിട്ട് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ ഡിം ലൈറ്റില്? ഇനി അത് ബ്രൈറ്റ് ലൈറ്റിന്റെ കേസിൽ ഒന്ന് നോക്കിയേ. ബ്രൈറ്റ് ലൈറ്റ് ആവുമ്പോ എന്താ ഉണ്ടാവുന്ന നോക്കിയേ. ഇവര് കണ്ടോ, ഈ കൃഷ്ണമണി ഭയങ്കര ചെറുതായില്ലേ? ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് വരുന്ന സമയത്ത് കൃഷ്ണമണി ഭയങ്കര, അല്ലെങ്കിൽ ഐറിസ് എന്ന് പറയണത് ചെറുതായി. ഇനി ബ്രൈറ്റ് ലൈറ്റില് കൃഷ്ണമണി ഐറിസ് ഭയങ്കര ചെറുതാണ്. ഡിം ലൈറ്റില് പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്തു, അതായത് വലുതായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഈ പ്യൂപ്പിളും ഐറിസുമാണ് നമ്മൾ പറഞ്ഞു കണ്ണിന്റെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ആരാണ്? ഐറിസും പ്യൂപ്പിളുമാണ് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിം ലൈറ്റില് പ്യൂപ്പിൾ എന്ത് ചെയ്തു? ഡയലേറ്റ് ചെയ്തു. ഡിം ലൈറ്റില് പ്യൂപ്പിൾ ഡയലേറ്റ്. ബ്രൈറ്റ് ലൈറ്റിലോ പ്യൂപ്പിൾ ചെറുതായി, അല്ലെങ്കിൽ പ്യൂപ്പിൾ സൈസ് ഡിക്രീസ് ചെയ്തു. ഓക്കെ, ഇനി ഈ പ്യൂപ്പിളിന്റെ സൈസ് എങ്ങനെ അങ്ങനെ തോന്നണ പോലെ വലുതാവുകയും ചെറുതാവുകയും ഒക്കെ ചെയ്യണത് എങ്ങനെയാണ്? അതിനെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് സർക്കുലർ മസിൽസും റേഡിയൽ മസിൽസും. അടുത്ത ഫിഗർ അതാണ് കേട്ടോ. റേഡിയൽ മസിൽസ്, സർക്കുലർ മസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് മസിൽസ് ആണ് ആക്ച്വലി നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് ലൈറ്റിന്, അതായത് പ്യൂപ്പിളിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസും. ഓക്കെ, ഇനി അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ മിസ്. അപ്പൊ നമ്മള് രാത്രിയാണെന്ന് വിചാരിക്കാം, രാത്രി ഓർ ഈവനിങ്, ഡിം ലൈറ്റ് ആണ്, ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ഇല്ല. ഇപ്പൊ നമ്മൾ ഡിം ലൈറ്റിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, മറ്റേത് നോക്കണ്ട. ഡിം ലൈറ്റ് ആണ് വന്നിട്ടുള്ളത്. ഈ ഡിം ലൈറ്റിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കിയേ, ഡയലേറ്റ് ചെയ്യാണ്, പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യാണ്. അതിനെ സഹായിക്കുന്ന ആൾക്കാരാണ് റേഡിയൽ മസിൽസ്. റേഡിയൽ മസിൽസ് ആണ് സഹായിക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ആ സൈൻ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വലിഞ്ഞു മുറുകയാണ് അല്ലെ? അപ്പൊ ഇവരിങ്ങനെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ഇങ്ങോട്ടേക്കാണ് പോണത് കണ്ടോ, ഭയങ്കരമായിട്ട് കോൺട്രാക്ട് ചെയ്യും. അങ്ങോട്ട് അങ്ങ് വലിഞ്ഞങ്ങ് മുറുകയാണ്. നമ്മളൊരു റബ്ബർ ബാൻഡ് അങ്ങ് വലിക്കുകയാണ് വിചാരിക്കും. അതുപോലെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ ചെയ്യണത്, ഈ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആ ആക്ഷൻ വരുന്നത് എങ്ങോട്ടേക്കാണ്? ഇങ്ങനെ 4 ഭാഗത്തേക്കും അങ്ങ് ആ ഫോഴ്സ് അങ്ങ് പോവാണ്, ഡിസ്ട്രിബ്യൂട്ട് ആയി. ഈക്വലി ആ ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതാണ് നമ്മുടെ പ്യൂപ്പിൾ. ഈ പ്യൂപ്പിൾ എന്ത് ചെയ്യും? അതിന് വലുതാവാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായില്ലേ? അങ്ങനെ എന്ത് ചെയ്യും? പ്യൂപ്പിൾ അങ്ങ് ഡയലേറ്റ് ആവും, അല്ലെങ്കിൽ അവര് വലുതായി നിൽക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? അതായത് ഡിം ലൈറ്റ് ആവുന്ന സമയത്ത് പ്യൂപ്പിൾ ഡയലേറ്റ് ആവുകയാണ് ചെയ്യണത്. ഓക്കെ, ആ പ്യൂപ്പിൾ ഡയലേറ്റ് ആവുന്നത് എങ്ങനെയാണ്? റേഡിയൽ മസിൽസിന്റെ ആക്ഷൻ കാരണമാണ്. റേഡിയൽ മസിൽസ് നമ്മുടെ റേഡിയലി അറേഞ്ച് ചെയ്തിട്ടുള്ള മസിൽസ് ആണ്. ആ റേഡിയൽ മസിൽസിന്റെ ആക്ഷൻ കാരണമാണ് പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യണത്. ഓക്കെ, റേഡിയൽ മസിൽസിന്റെ ആക്ഷൻ എങ്ങോട്ടേക്കാണ്? ഇപ്പൊ 4 സൈഡിലോട്ടും ഇങ്ങനെ വലിക്കുകയാണ്, കോൺട്രാക്ട് ചെയ്തു. റേഡിയൽ മസിൽസ് കോൺട്രാക്ട്, അങ്ങനെ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? പ്യൂപ്പിളിന്റെ സൈസ് കൂടുന്നു. ഓക്കെ,
റേഡിയൽ മസിൽസ് കോൺട്രാക്ട്, പ്യൂപ്പിൾ സൈസ് ഇൻക്രീസസ്. അതാണ് ഡിം ലൈറ്റിൽ സംഭവിക്കുന്ന കാര്യം. ഇനി നല്ല ബ്രൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ടുള്ള ലൈറ്റ് വന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ ഈ ഇമേജ് നോക്കിയേ, പ്യൂപ്പിളിൽ ബ്രൈറ്റ് ലൈറ്റ് ആണ്, ഭയങ്കര വെളിച്ചം അങ്ങ് വന്നു കഴിയുമ്പോ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്തു? ചെറുതായി. അതെങ്ങനെയാ ചെറുതാവണത്? അവിടെ ഉണ്ടാവണം ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലാർ മസിൽസ്. ഈ സർക്കിളിൽ കാണുന്ന മസിൽസ് ആണ് സർക്കുലാർ മസിൽസ്. ആ പീപ്പിളിന് ചുറ്റും കുറെ മസിൽസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതല്ലേ. ആ മസിൽസിന്റെ ആക്ഷൻ ആണ് ഈ പറയുന്നത്. ഇപ്പൊ ഇവിടെയുണ്ട് സർക്കുലാർ മസിൽസ് ഈ സൈഡ് ഇവിടെയുണ്ട്. പക്ഷെ അവിടുത്തെ സർക്കുലാർ മസിൽസിന് റോൾ ഇല്ല. ഡിം ലൈറ്റ് ആവണ സമയത്ത് സർക്കുലാർ മസിൽസിന് റോൾ ഇല്ല. അവിടെ ആരുടെ ആക്ഷൻ മാത്രമേ ഉള്ളൂ? റേഡിയലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഇങ്ങനെ റേഡിയൽ മസിൽസ് ഉണ്ട്. ഓക്കെ, ഈ റേഡിയൽ മസിൽസിന് മാത്രമാണ് ഡിം ലൈറ്റിൽ ആക്ഷൻ ഉള്ളൂ. ഡിം ലൈറ്റ് ആവണ സമയത്ത് റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്തു. അപ്പൊ പ്യൂപ്പിൾ സൈസ് വലുതായി. ഇനി ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സമയത്ത് എന്താ സംഭവിച്ചത് നോക്കിയേ. ബ്രൈറ്റ് ലൈറ്റ് ആണ്, അപ്പൊ ഈ റേഡിയൽ മസിൽസ് അങ്ങനെ നിന്നു, കോൺട്രാക്ട് ചെയ്തില്ല, ഭയങ്കര റിലാക്സ്ഡ് സ്റ്റേറ്റിൽ അവർ അങ്ങനെ നിന്നു. പക്ഷേ നമ്മുടെ സർക്കുലർ മസിൽസ് ഉണ്ടല്ലോ, ഇതാണ് ഉള്ളിലുള്ളവര് സർക്കുലർ മസിൽസും പുറമേ ഉള്ളതാണ് റേഡിയൽ മസിൽസ്. അപ്പൊ ഉള്ളിലുള്ള സർക്കുലർ മസിൽസ് എന്ത് ചെയ്തു? സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്തു. സർക്കിൾ ഷേപ്പിലല്ലേ, എങ്ങനെയാണ് മസിൽസ് വരുന്നത്. അപ്പൊ ഇവർ കോൺട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ ഫോഴ്സ് ഇങ്ങനെ ഈ ആരോ മാർക്ക് ഇട്ട പോലെ ഇങ്ങനെയാണ്. അവരുടെ ഫോഴ്സ് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടുത്തെ ഉള്ള സ്പേസ് കുറയും. സ്പേസ് കുറയുമ്പോൾ നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് കുറയും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കാനുള്ള ഒറ്റ പോയിന്റേ ഉള്ളൂ. ഡിം ലൈറ്റിന്റെ സമയത്ത് റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, അപ്പൊ പ്യൂപ്പിളിന്റെ സൈസ് കൂടും. ബ്രൈറ്റ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, പ്യൂപ്പിളിന്റെ സൈസ് കുറയും. ഇത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒന്നുകൂടി പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ പ്യൂപ്പിൾ ആണ് ഇത് എന്നുണ്ടെങ്കിൽ ഇതൊരു പ്യൂപ്പിൾ കേട്ടോ. ഞാൻ ഈ വരയ്ക്കുന്ന ഇവിടെ പ്യൂപ്പിൾ. ഇതിന്റെ ചുറ്റിനും ഫസ്റ്റ് ഉള്ള ആൾക്കാരാണ് സർക്കുലർ മസിൽസ്. അതിന്റെ പുറത്ത് റേഡിയൽ മസിൽസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ വരച്ചത് സർക്കുലർ മസിൽസ്. ഈ പിന്നെ വരച്ചത് റേഡിയൽ മസിൽസ് ആണ് കേട്ടോ. റേഡിയൽ മസിൽസ്. അപ്പൊ ആദ്യം ഡിം ലൈറ്റ് ആണ്, വലിയ ലൈറ്റ് ഒന്നുമില്ല. അപ്പൊ പ്യൂപ്പിളിന്റെ സൈസ് വലുതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ റേഡിയൽ മസിൽസ് ഉണ്ടല്ലോ, ഈ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, ഇങ്ങനെ വലിഞ്ഞു മുറുക്കും. ഇനി എല്ലാ സൈഡിലോട്ടും ആ റേഡിയൽ മസിൽസ് ആ ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇതിങ്ങനെ വലിഞ്ഞു മുറുക്കും. അപ്പൊ നമ്മൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിക്കുന്ന പോലെ അങ്ങനെ വലിക്കുമ്പോൾ ഉള്ളിലുള്ള ഒരു സ്പേസ് കൂടുതലല്ലേ. അപ്പൊ പ്യൂപ്പിൾ എന്ത് ചെയ്യും? നല്ല വലുതാവും. വലുതായിട്ട് നിൽക്കാൻ അതിന് സ്ഥലമുണ്ട്. പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്ത് നിൽക്കും. ഇനി രണ്ടാമത്തെ കേസിൽ എന്ന് പറയുമ്പോ എന്താ ഉണ്ടായത്? രണ്ടാമത്തെ കേസ് മിസ് ഇവിടെ വരച്ചുതരാവേ. നമ്മുടെ പ്യൂപ്പിള് ഇങ്ങനെ വട്ടത്തിൽ പ്യൂപ്പിള് വരച്ചു. അതിന്റെ ആദ്യമുള്ള മസിൽസ് ഏതാണ്? സർക്കുലർ മസിൽസ്. പിന്നെയുള്ള മസിൽസ് ഏതാണ്? റേഡിയൽ മസിൽസ്. ഓക്കെ, അപ്പൊ ഇനി ബ്രൈറ്റ് ലൈറ്റ് ആണ്, ഭയങ്കര പകൽ വെളിച്ചമാണ്, നല്ല സൂര്യന്റെ വെളിച്ചം, ടോർച്ച് ലൈറ്റ്, എന്തെങ്കിലും ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ആണ്. ആ ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോ എന്താ ഉണ്ടായത്? നമ്മുടെ സർക്കുലർ മസിൽസ്, അതായത് ആദ്യമുള്ള മസിൽസ് കോൺട്രാക്ട് ചെയ്യും. സർക്കുലർ മസിൽസ് ആണ് ഇവിടെ കോൺട്രാക്ട് ചെയ്യുന്നത്. അവരുടെ ആക്ഷൻ കണ്ടോ? ഇങ്ങനെ വട്ടത്തിലാണ് അവരുടെ ആക്ഷൻ വരുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? സൈസ് ഡിക്രീസ് ചെയ്യുകയാണ്. പ്യൂപ്പിൾ സൈസ് അവിടെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഈ രണ്ടെണ്ണമാണ് അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഡിം ലൈറ്റ്. ഇതാണ് റെഗുലേഷൻ ഓഫ് ലൈറ്റ്. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിനെ നമ്മൾ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ, കുറെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കേടാണ്. അപ്പൊ ആ ലൈറ്റിന് നമ്മൾ എന്ത് ചെയ്യുവാണ്? ആ ഒരു കുറെ ലൈറ്റ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കുറച്ച് ലൈറ്റിനെ മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുന്നുള്ളൂ. അതിനെ നിയന്ത്രിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ റെഗുലേഷൻ നടത്തുന്നത് ആര് വഴിയാണ്? ഐറിസും പ്യൂപ്പിളും ആണ് ഇവരെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ. നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഈ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ചെറുതാവും, സൈസ് ഡിക്രീസ് ചെയ്യും, വലുതാവും. അങ്ങനെയാണ് ലൈറ്റിന്റെ എമൗണ്ടിനെ, ഉള്ളിലേക്ക് കടക്കുന്ന ലൈറ്റിന്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയായിരുന്നു? നമ്മൾ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് ലൈറ്റ്
ഒരു മിനിറ്റ് കേട്ടോ. ഉള്ളിലേക്ക് ലൈറ്റ് കടക്കുമ്പോ നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? പ്യൂപ്പിള് ഡിം ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. അതിന്റെ കാരണം ആരാ? റേഡിയൽ മസിൽസ് ആണ് കേട്ടോ. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിൾ സൈസ് കൂടും. നിങ്ങൾ ഇനിയിപ്പോ ഒന്നും മനസ്സിലായില്ലല്ലോ, അത് മാത്രം പഠിച്ചാൽ മതി. ഈ ഫോഴ്സ് എങ്ങോട്ടാണ് അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഡിം ലൈറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫോഴ്സ് ഒക്കെ പറഞ്ഞത്. നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഡിം ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യും. അത് കാരണം നമ്മുടെ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ഇനി ബ്രൈറ്റ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അപ്പൊ അത് കാരണം പ്യൂപ്പിൾ സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഈ രണ്ടെണ്ണം പഠിച്ചാൽ മതി. ഓക്കെ. ഇനി അടുത്ത നമുക്ക് അങ്ങനെ ഇപ്പൊ ലൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു, അതായത് എന്തെങ്കിലും ഒരു ഇമേജ്, എന്താ പറയാ, ഒരു ട്രീ, എന്തെങ്കിലും സംതിങ്, അതിന്റെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതിന്റെ ലൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ കടന്നു, ഇങ്ങനെ പ്യൂപ്പിള്, ഐറിസും ലെൻസും ഒക്കെ കടന്ന് ലെൻസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ എങ്ങോട്ടേക്ക് എത്തുന്നേ? റെറ്റിനയിലേക്കാണ് എത്തുന്നത് അല്ലെ? ആ റെറ്റിനയിലേക്ക് എത്തുമ്പോ നമ്മുടെ ഇമേജിന് എന്തൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇമേജ് ഫോം ചെയ്യണത്? ഇപ്പൊ ഈ ലൈറ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് കടന്നു എന്ന് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇമേജ് ഫോർമേഷൻ നടക്കണ്ടേ? എങ്ങനെയാണ് നമ്മുടെ കണ്ണിന്റെ ഉള്ളില് ഇമേജ് ഫോം ചെയ്യണത്? അതാണ് ഇനി നെക്സ്റ്റ് പറയണത്. പറയട്ടെ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മള് ഐറിസും പ്യൂപ്പിളും ആണ് കണ്ണിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഇമേജ് ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? കോർണിയയുടെ കർവേച്ചർ. കോർണിയയുടെ കർവേച്ചർ. നമ്മൾ കോർണിയ ഏതാന്നാ പറഞ്ഞത്? നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, സ്ക്ലീറയുടെ പോർഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ദേ ഈ കോർണിയയുടെ കർവേച്ചർ, ഈ ഒരു പോർഷനും അതുപോലെ നമ്മുടെ ലെൻസുമാണ് ലൈറ്റിനെ ഉള്ളിലേക്ക് കടക്കുക, അല്ല ഐ മീൻ ലൈറ്റ് റേസിനെ കറക്റ്റ് ആയിട്ട് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാര്. ഇപ്പൊ വെറുതെ ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ എൻ്റർ ചെയ്ത് അവിടെ അങ്ങ് നിന്ന് പോയാൽ എന്ത് ചെയ്യും? നിന്ന് പോകാൻ പാടില്ലല്ലോ. ഇങ്ങനെ ഉള്ളിലേക്ക് വന്ന് കറക്റ്റ് ആയിട്ട് ഈ റെറ്റിനയിൽ തന്നെ എത്തണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എങ്ങോട്ടേലും വേറെ എങ്ങോട്ടേലും ഒക്കെ പോയാലോ ലൈറ്റ്? ഇങ്ങനെ ഏതെങ്കിലും സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കൂ? ഇല്ലല്ലോ. അവര് കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ തന്നെ ഇമേജ് എത്തണം, അല്ലെങ്കിൽ ലൈറ്റ് എത്തണം. അതിനുള്ള ആൾക്കാരാണ് ദേ നമ്മുടെ കോർണിയയുടെ കർവേച്ചറും ഈ ലെൻസും. ഓക്കെ. കോർണിയയുടെ കർവേച്ചറും ലെൻസും ആണ്. കർവേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണിയ ഇങ്ങനെ ഒരു ഷേപ്പ് അല്ലേ, കേവ് പോലെ അല്ലേ? ആ കോർണിയയുടെ കേവും ലെൻസുമാണ് നമ്മുടെ ഈ ലൈറ്റ് റേസിനെ കറക്റ്റ് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ. ഇനി ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാലോ, ഇവിടെ നിങ്ങൾ ഈ ഇമേജ് ഒന്ന് നോക്കി. ഈ ഇമേജ് ഒന്ന് നോക്കി. ഫോർമേഷൻ ഓഫ് ഇമേജ് നോക്കി. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രത്യേകത എന്താണ് അവിടെ? റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഇമേജ് തന്നെയാണ്, പക്ഷെ അവരുടെ സൈസിൽ വ്യത്യാസം കണ്ടോ? പുറമെ നമ്മൾ കാണുന്ന ആ ട്രീ എന്താണ്? വലുതാണ് അല്ലെ? ആ ട്രീന്റെ സൈസിൽ വ്യത്യാസം വന്നു അങ്ങോട്ടേക്ക് എത്തിയപ്പോ. റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്തപ്പോ ട്രീന്റെ സൈസ് ചെറുതായി, സ്മോൾ ആയി. മാത്രമല്ല അവർ ഇൻവേർട്ടഡ് ഇമേജ് ആയിട്ടാണ് ഫോം ചെയ്തത്. തല കുത്തനെയല്ലേ ഇമേജ് വന്നത്? തല കുത്തനെയുള്ള ഇമേജ് അല്ലേ ഫോം ചെയ്യുന്നത്? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്യണത്. പിന്നെ അവര് നമ്മുടെ ഒപ്റ്റിക് നെർവ് വഴി ഇമ്പൾസ് ഒക്കെ പോയി കറക്റ്റ് പിന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ കണ്ണിൽ ലൈറ്റ് കറക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് ഇതെല്ലാം ഇമേജ് കറക്റ്റ് ആയിട്ട് നമുക്ക് തലകുത്തനെയല്ലല്ലോ കാണുന്നത്. നമ്മൾ മരത്തിനെ മരം പോലെ തന്നെ അല്ലേ കാണുന്നത്, അല്ലാതെ മരം തലകുത്തി നിൽക്കുന്നതാണോ നമ്മൾ കാണുന്നത്? അല്ലല്ലോ. കറക്റ്റ് ആയിട്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ കാണാനുള്ള കഴിവ്? എങ്ങനെയാണ്? നമ്മുടെ ബ്രെയിനിന്റെ ഒക്കെ എഫക്ട് കാരണമാണ് നമുക്ക് അങ്ങനെ കാണാനുള്ള കഴിവ് കിട്ടിയത്. അല്ലാന്നുണ്ടായിരുന്നെങ്കിലോ നമ്മളിങ്ങനെ തല കുത്തനെ ആവുമായിരിക്കും ഇമേജ് കാണുക. ഫസ്റ്റ് ഇമേജ് ഫോം ചെയ്യുമ്പോൾ നമ്മുടെ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യുമ്പോൾ വലിയൊരു മരമാണ്. എത്രയും വലിയ മരത്തിനെ ഇത്ര കുഞ്ഞി മരമായിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഇവരെ നമ്മൾ എന്ത് ചെയ്തു? തല കുത്തനെയാണ് ഇമേജ് കാണുന്നത്.
ഓക്കെ, ഇതാണ് റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രത്യേകത. റിയൽ ആണ്, സ്മോൾ ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ് കാണും. ഇൻവേർട്ടഡ് തലകുത്തനെയുള്ള ഇമേജസ് ആണ് കാണും. ഇനി വേറെ നമ്മുടെ കണ്ണിന്റെ അടുത്തൊരു പ്രത്യേകതയാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ തൊട്ടടുത്തൊരു ബുക്ക് വെച്ചിരിക്കുവാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്കൂളിന്റെ നമ്മൾക്ക് തന്നെ നോക്കുമ്പോൾ ദൂരെ ഗ്രൗണ്ടിൽ ചിലപ്പോ ഒരു മരം കാണാൻ പറ്റും അല്ലെ. അപ്പോ നമ്മുടെ തൊട്ടടുത്തുള്ള ബുക്കും കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ക്ലാസ് റൂമിലുള്ള ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്, കുറേ ദൂരെ നിൽക്കുന്ന മരവും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അടുത്ത് നമ്മൾക്ക് ആകെ ഒരു ഒറ്റ ലെൻസ് അല്ലേ ഉള്ളൂ കണ്ണില്, ഒരു കണ്ണിലിട്ടാ ഒരു കണ്ണിൽ ഒരു ലെൻസ് അല്ലേ ഉള്ളൂ. നമുക്ക് കുറെ ലെൻസ് ഉണ്ടോ? ഇല്ലല്ലോ, ഒറ്റ ലെൻസ് ആണ് നമുക്കുള്ളൂ. കുറെ ലെൻസ് ഒന്നും നമുക്കില്ല. പക്ഷെ ആ ഒരു ഒറ്റ ലെൻസ് കൊണ്ട് തന്നെ ദൂരെയുള്ള ഇമേജും കാണാൻ പറ്റുന്നുണ്ട്, ഏറ്റവും അടുത്തുള്ള ഇമേജും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ഇങ്ങനെ ദൂരെയുള്ളതിനെയും അടുത്തുള്ള ഇമേജിനെയും നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാ? ഒരൊറ്റ ലെൻസ് ഉപയോഗിച്ചിട്ട്. ഇപ്പൊ നമ്മൾ ഫിസിക്സിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറെ മീൻസ് ഓരോ ലെൻസിനും ഓരോ പവറാ ഉള്ളത് അല്ലെ. ഇപ്പൊ നമ്മുടെ കണ്ണിന് തന്നെ എന്താണ് കാഴ്ചയുടെ പ്രശ്നം വരുമ്പോ നമ്മൾ പറയാറില്ലേ, ദൂരേക്ക് കാണുന്നില്ല അല്ലെങ്കിൽ അടുത്തേക്ക് കാണുന്നില്ല എന്ന് നമ്മൾ പറയില്ലേ. പക്ഷെ അതെങ്ങനെയാ ഒരൊറ്റ ലെൻസ് കൊണ്ട് നമുക്ക് പോസിബിൾ ആവുന്നത്? ഉം. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയും നിയറർ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയും ഒരേ സമയം നമുക്ക് കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെൻസിന്റെ ഓരോ ലെൻസിനും ഓരോ ഫോക്കൽ ലെങ്ത് ആയിരിക്കുമല്ലോ. ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ഒരു ഡിസ്റ്റൻസ് അല്ലെ. ഈ ഒരു ഇമേജും ഐ മീൻ ഒരു ഒബ്ജക്റ്റും നമ്മുടെ ലെൻസും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്തിനെ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള കപ്പാസിറ്റി നമ്മുടെ ലെൻസിനുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് പല ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റിനെയും ഒരേ ലെൻസ്, നമ്മുടെ കണ്ണിന്റെ ഒരേ ലെൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതെങ്ങനെയാണെന്നാണ് ഇപ്പൊ നോക്കണത്. ഓക്കെ, ഇനി അത് പറയുവാട്ടോ. അല്ല, നിങ്ങൾ ആദ്യം ഈ ഒരു ഇമേജ് മാത്രം നോക്കി. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണുമ്പോഴും നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പോഴും നമ്മുടെ ഈ ലെൻസിന് വരുന്ന മാറ്റം ഒന്ന് നോക്കിയേ. ഇവിടുത്തെ ലെൻസും ഇവിടുത്തെ ലെൻസും ഇത് രണ്ടും, ഈ ഇമേജും ഈ ഇപ്പൊ മിസ് ഇങ്ങനെ ടിക്ക് ഇടുന്ന ഈ രണ്ട് ഇമേജുകൾ കണ്ടോ? ഈ രണ്ട് ഇമേജും ഒന്ന് തന്നെയാണ്, പക്ഷെ മീൻസ് ഒന്ന് വലുതാക്കി കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് നോക്കാം. ഇപ്പൊ ഒരു ഡിസ്റ്റന്റ് ഏറ്റവും ദൂരെയുള്ള ഒരു മരമാണ്. ആ മരത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യണ സമയത്ത് നമ്മുടെ ലെൻസിന് എന്ത് മാറ്റമാണ് ഉള്ളത്? അടുത്തുള്ള ഒരു ബുക്കിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലെൻസിന് എന്ത് മാറ്റമാണ് ഉള്ളത് എന്നൊന്ന് നോക്കി. ലെൻസിന്റെ കർവേച്ചർ എന്തെങ്കിലും വ്യത്യാസം വന്നോ നോക്കി. വ്യത്യാസമില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈ പിക്ചറിൽ തന്നെ അത് ക്ലിയർ അല്ലേ? ഇതിലെ ലെൻസ് എന്ന് പറയുമ്പോൾ ലെൻസിന്റെ കർവേച്ചർ എന്താണ്? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് നോക്കിയേ. ലെൻസിന്റെ കർവേച്ചർ എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആവണ സമയത്ത് കുറവാണ് അല്ലെ. കുറച്ച് കർവ് അല്ലേ ഉള്ളൂ, ചെറിയൊരു കർവ്. ഇങ്ങനെയല്ലേ ലെൻസ് ഇരിക്കുന്നത്? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്ന സമയത്ത് ലെൻസ് വെറുതെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇനി ഒരു നിയർ ബൈ ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് ലെൻസിന്റെ കർവേച്ചർ എങ്ങനെയാ? ഇങ്ങനല്ലേ, കുറച്ചുകൂടി വലുതായില്ലേ ഇങ്ങനെ. ഇങ്ങനെ കർവേച്ചർ മാറിയത് കണ്ടോ? മറ്റേത് ലെൻസ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലെൻസ് ഇങ്ങനെ ഒരു കൂർത്ത് മോനെ പോലെയാ നിൽക്കുക. ഇപ്പൊ മറ്റേതാവുമ്പോ കുറച്ചുകൂടി തടിച്ചൂല്ലേ, ലെൻസ് കർവേച്ചർ കൂടി. അപ്പൊ ഇങ്ങനെ ലെൻസിന്റെ അല്ലെങ്കിൽ കോർണിയ കർവേച്ചറും ലെൻസിന്റെ പൊസിഷനും വെച്ചിട്ടാണ് നമ്മുടെ റെറ്റിനെ അല്ല മീൻസ് ഇമേജ്, ഡിസ്റ്റന്റ് ഇമേജിനെയും നിയർ ബൈ ഒബ്ജക്റ്റിനെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതായത് നമ്മൾ ഫോക്കൽ ലെങ്ത്, ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ലെൻസിനുണ്ട്, നമ്മുടെ കണ്ണിന് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആദ്യം പറയുന്നത് ദൂരെയുള്ള ഒരു സംഭവത്തിനെയാണ്. ദൂരെയുള്ള ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യുവാണ്. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് കണ്ടല്ലോ, ദൂരെയുള്ള ഒരു മരം. നമ്മൾ സ്കൂളിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദൂരെയുള്ള ഒരു മരം കാണും. ആ ദൂരെയുള്ള മരത്തിനെ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ എന്ത് മാറ്റമാണുള്ളത്, അല്ലെങ്കിൽ ആ മരത്തിനെ നമുക്ക് എങ്ങനെയാ കാണാൻ പറ്റുന്നത്? അവിടെ നിന്നുള്ള ലൈറ്റ് റേസ് ഇങ്ങനെ കണ്ണിന്റെ ഉള്ളിലേക്ക് എത്തും ആണല്ലോ. ലൈറ്റ് റേസ് കണ്ണിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു പോവും. ആ കടന്നു പോകുമ്പോ
ഈ കോർണിയയിലും കണ്ടോ വ്യത്യാസം? ഈ കോർണിയ ഇങ്ങനെ നിൽക്കുവാണ്, എന്നിട്ട് ദേ നമ്മുടെ ലെൻസ് ഇങ്ങനെ ഇങ്ങനെ ഒരു കേർവ് കുറച്ച് കുറവായിട്ടാണ് നിൽക്കുക. ഇങ്ങനെ കേർവ് കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്ട്രക്ചർ ഓഫ് ഐ പഠിച്ചപ്പോൾ ലെൻസിനെ അതിന്റെ പൊസിഷനിൽ കറക്റ്റ് ആയിട്ട് നിർത്തുന്ന ആൾക്കാർ ആരൊക്കെയാന്നാ പറഞ്ഞത്? ലെൻസിനെ അവരുടെ കറക്റ്റ് പൊസിഷനിൽ നിർത്തുന്നത് ആരായിരുന്നു? ഉം ആരൊക്കെയായിരുന്നു ലെൻസിനെ കറക്റ്റ് പൊസിഷനിൽ നിർത്തുന്നത്? സീലിയറി മസിൽസും ലിഗമെന്റ്സും. സീലിയറി മസിൽസ് അതുപോലെ തന്നെ ലിഗമെന്റ്സ്. സീലിയറി മസിൽസ് കേട്ടോ. സീലിയറി മസിൽസും ലിഗമെന്റ്സും ആണല്ലോ ലെൻസിനെ കറക്റ്റ് പൊസിഷനിൽ നിർത്തുന്ന ആൾക്കാര്. അപ്പൊ അവരുടെ കോൺട്രാക്ഷനും റിലാക്സേഷനും കാരണമാണ് ഈ ഫോക്കൽ ലെങ്ത്, ലെൻസിന്റെ ഫോക്കൽ ലെങ്തിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇവർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സീലിയറി മസിൽസിനും ലിഗമെന്റ്സിന്റെയും ആക്ഷൻ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് ആക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യും, ലിഗമെന്റ്സ് കോൺട്രാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യും. അങ്ങനെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് ഈ സീലിയറി മസിൽസിനും ലിഗമെന്റ്സ് ഉള്ളത്. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നമുക്ക് നമ്മുടെ കണ്ണിന് ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും അടുത്തുള്ള ഒബ്ജക്റ്റിനെയും കാണാനുള്ള പവർ ഉണ്ട് അല്ലെ? അതെങ്ങനെയാ നമുക്ക് കിട്ടണേ? നമ്മുടെ ലെൻസിന് ഈ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതായത് ഫോക്കൽ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള കപ്പാസിറ്റി ഉണ്ട്, ആണല്ലോ. ഇപ്പൊ നമ്മൾ ദൂരെയുള്ള ഒബ്ജക്റ്റിനെ കാണുവാണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഭയങ്കര കൂട്ടണം. ഫോക്കൽ ലെങ്തിനെ നമ്മൾ എങ്ങനെ കൂട്ടും? ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂട്ടണം. ആ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ് കൂട്ടുന്നത്? നമുക്ക് അതിനായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ സീലിയറി മസിൽസും ലിഗമെന്റ്സും. ഓക്കെ, അപ്പോ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് സീലിയറി മസിൽസ് എന്ത് ചെയ്യാണ്? റിലാക്സ് ചെയ്യും. സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യും. ഓക്കെ, അപ്പൊ ലിഗമെന്റ്സ് എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യും, അല്ലെങ്കിൽ അവര് ഭയങ്കരമായിട്ട് കോൺട്രാക്ട് ചെയ്യും. ലിഗമെന്റ്സ് കോൺട്രാക്ട് ചെയ്യും, സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യും ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണുവാണെങ്കിൽ. അപ്പൊ ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യുവാണ്? കുറയും. ലെൻസിന്റെ കർവേച്ചർ കുറയും. ഓക്കെ, അങ്ങനെ ലെൻസിന്റെ കർവേച്ചർ കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതിവിടെ നിങ്ങൾക്കൊരു കോളം ഉണ്ട്. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യും, ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്യും. ഈ രണ്ട് ആക്ഷൻ വരുന്നതിനെ കൊണ്ട് കർവേച്ചർ ഓഫ് ലെൻസ് എന്ത് ചെയ്യും? ലെൻസിന്റെ കർവേച്ചർ എന്താ ചെയ്യണത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യാം. ഡിക്രീസ്. ഓക്കെ, ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സീലിയറി മസിൽസിനും ലിഗമെന്റ്സിനും ഓപ്പോസിറ്റ് ആക്ഷൻ ആണ്. ഒരാൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മറ്റേയാൾ റിലാക്സ് ചെയ്യും, ഒരാൾ റിലാക്സ് ചെയ്യുമ്പോൾ മറ്റേയാൾ സ്ട്രെച്ച് ചെയ്യും. അതാണ് അവരുടെ ആക്ഷൻ എന്ന് പറയണത്. അപ്പൊ ഈ കേസിൽ നമ്മുടെ സീലിയറി മസിൽസ് എന്തുവാ ചെയ്തത്? റിലാക്സ് ചെയ്തു, ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്തു. ദൂരെയുള്ള ഒരു ഇമേജിനെ കാണുവാണ്. ദൂരെ ഉള്ള ഇമേജിനെ കാണാന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് അത്രയും കൂടുതലാണല്ലോ. അപ്പൊ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്, ലെൻസിന്റെ കർവേച്ചർ ചെറുതാവുമ്പോഴാണ് ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സീലിയറി മസിൽസും ലിഗമെന്റ്സും ആണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യും, ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്യും. അങ്ങനെയാണ് അവർക്ക് വ്യത്യാസം വരുന്നത്. ഓക്കെ, കിട്ടിയല്ലോ? ഇനി അടുത്തതാണ്, ഇനി നമ്മളൊരു നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണും. ഓക്കെ, നിയർ ബൈ ഒബ്ജക്റ്റ്, ഇതെ നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പോൾ നിങ്ങൾ കണ്ടോ ലെൻസിന്റെ കർവേച്ചർ വലുതായില്ലേ? ലെൻസ് കുറച്ചും കൂടി ഇങ്ങനെ വലിയ കർവേച്ചർ ആയി അല്ലേ? ഇങ്ങനെ ഒരു വലുതായി ലെൻസ്. ആ ലെൻസ് വലുതാവാനുള്ള കാരണം എന്താ? കാരണം നമ്മുടെ അടുത്താണല്ലോ ഒബ്ജക്റ്റ്. അടുത്താവുമ്പോൾ മീൻസ് നമ്മുടെ അടുത്താണ് ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ലെൻസിന്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഫോക്കൽ ലെങ്ത് കുറയ്ക്കാൻ പറ്റുക. അവിടെ വരുന്ന ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതേ ആൾക്കാരുണ്ട്, സീലിയറി മസിൽസ്, ലിഗമെന്റ്സ് തന്നെയാണ് അവിടുത്തെയും ആക്ഷൻ വരുന്നത്. സീലിയറി മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും, ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യും. ആ സമയത്താണ് നമുക്ക് നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്.
സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും, ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യും. അപ്പൊ നമുക്ക് ഫോക്കൽ ലെങ്തിനെ ഡിക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ സാധനം ചെയ്യാം. ഇപ്പൊ ഈ കാര്യം ക്ലിയർ ആയല്ലോ. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണുമ്പോഴും നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പോഴും നമ്മുടെ കണ്ണിന് എന്താണ് സംഭവിക്കണം എന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ ബോക്സ് നമ്മൾ ഓൾറെഡി ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ ചെയ്തു, എന്നാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടി ചെയ്യാം. അതായത് നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുവാണോ, നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് എന്താ അവിടെ ഉണ്ടാവുന്നത്? സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്തു, ലിഗമെന്റ്സ് റിലാക്സ് ചെയ്തു. അപ്പൊ കർവേച്ചർ ഓഫ് ലെൻസ് എന്ത് ചെയ്തു? ലെൻസിന്റെ കർവേച്ചർ എന്താ ചെയ്യാ? നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യും. ഇനി ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യും, ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്യും. കർവേച്ചർ ഓഫ് ലെൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇത്രയാണ് കാര്യങ്ങൾ. എങ്ങനെയാണ് നമ്മുടെ കണ്ണ് എന്ത് ചെയ്യുന്ന ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെയും നിയർ ബൈ ഒബ്ജക്റ്റിനെയും കാണാനുള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ അതിനുള്ള നമ്മുടെ ഒരു കണ്ണിനൊരു പവർ ഉണ്ട്. ആ പവറിനെ നമ്മൾ പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ. ഈ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെയും നിയർ ബൈ ഒബ്ജക്റ്റിനെയും ഒരുപോലെ കാണാനുള്ള നമ്മുടെ കണ്ണിന്റെ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയും. പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ, അതായത് നമ്മുടെ കോർണിയയുടെ കർവേച്ചറും ലെൻസിന്റെ പൊസിഷനും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്ന ഇമേജിനെ നമുക്ക് ഫോക്കൽ ലെങ്ത് മാറ്റിയിട്ട് നമുക്ക് ഏത് ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും അടുത്തുള്ള ഒബ്ജക്റ്റിനെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ആ പവറിനെയാണ്, അതായത് ദൂരെയുള്ള ഒബ്ജക്റ്റിന് ഇപ്പൊ നമുക്ക് നോർമലായിട്ട് വേറെ കണ്ണിന് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുന്ന പോലെ തന്നെയല്ലേ ദൂരെയുള്ള ഒബ്ജക്റ്റിനെ കാണുന്നത്? ഒരു നിശ്ചിത പരിധി വരെ കേട്ടാ. നമുക്കിങ്ങനെ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു നിശ്ചിത പരിധിയിൽ നമുക്കിപ്പോ ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും അടുത്തുള്ള ഒബ്ജക്റ്റിനെയും ഏകദേശം ഒരുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. വലിയ വേർതിരിവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, അല്ലെ? അങ്ങനെ ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും അടുത്തുള്ള ഒബ്ജക്റ്റിനെയും ഒരുപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ഒരേ ഒരു ലെൻസ് തന്നെ ഉപയോഗിച്ചിട്ട്. ലെൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റണമൊന്നുമില്ലല്ലോ. സെയിം ലെൻസ് ഉപയോഗിച്ച് ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും അടുത്തുള്ള ഒബ്ജക്റ്റിനെയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുന്ന കണ്ണിന്റെ പവറിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയും. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഇതാണ് ഫോർമേഷൻ ഓഫ് ഇമേജ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഇവിടെ ദേ മേലെ കൊടുത്തിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ദ എബിലിറ്റി ഓഫ് ദ ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ. ലെൻസിന്റെ കർവേച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെൻസിന്റെ കർവേച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഫോക്കൽ ലെങ്ത് മാറ്റിയിട്ട് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെയും നിയർ ബൈ ഒബ്ജക്റ്റിനെയും നമുക്ക് കാണാൻ പറ്റുന്ന കണ്ണിന്റെ പവറിനെ നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയും. പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ. ഓക്കെ, കിട്ടിയല്ലോ. ഇത്രയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലൈറ്റ് ഇങ്ങനെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ സ്ട്രക്ചർ മാത്രമാണ് പഠിച്ചത്, കണ്ണിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് പഠിച്ചത്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? കണ്ണിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് എങ്ങനെ എൻ്റർ ചെയ്യുന്നു, ലൈറ്റ് കണ്ണിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആരൊക്കെ അവിടെ ഉള്ളത്? നമ്മുടെ ഐറിസും പ്യൂപ്പിളും കൂടി ആ ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ലൈറ്റ് മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അങ്ങനെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ആ ലൈറ്റ് എവിടെ എത്തും? റെറ്റിനയിൽ എത്തും. ആ റെറ്റിനയിൽ എത്തുന്ന സമയത്ത് എന്ത് വ്യത്യാസം വരുന്നത്? റെറ്റിനയിൽ എത്തുമ്പോൾ റെറ്റിനയിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ആ ഇമേജ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. സ്മോൾ ആണ്, റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ് കണ്ണിന്റെ ഉള്ളിൽ ഫോം ചെയ്യണത്.
ആ ഇമേജ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എങ്ങനെയായിരുന്നു? നമ്മുടെ കോർണിയയുടെ കർവേച്ചറും ലെൻസിന്റെ പൊസിഷനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ ഇമേജിനെയും അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റിനെയും നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റുന്നത്. ഇനി നമ്മൾ പിന്നെ പറഞ്ഞത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെയും നിയർ ഒബ്ജക്റ്റിനെയും, അടുത്തുള്ളതിനെയും ദൂരമുള്ളതിനെയും ഒരുപോലെ നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണ്? നമ്മുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് മാറ്റും. നമ്മൾക്ക് ഫോക്കൽ ലെങ്ത് മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഫോക്കൽ ലെങ്തിന് മാറ്റിയിട്ട് നമുക്ക് ഇത് കാണാനായിട്ട് പറ്റും. അപ്പൊ ആ ഫോക്കൽ ലെങ്ത് എങ്ങനെയാ നമ്മൾ മാറ്റുക? ലെൻസിന്റെ സീലിയറി മസിൽസിന്റെ കോൺട്രാക്ഷനോ റിലാക്സേഷനോ കാരണം, സീലിയറി മസിൽസും ലിഗമെന്റ്സും അവരുടെ ആക്ഷൻ കാരണമാണ് നമുക്ക് ഇവരെ കാണാൻ പറ്റുന്നത്. മീൻസ് ഫോക്കൽ ലെങ്ത്തിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് നിയർ ബൈ ഒബ്ജക്റ്റിനെയും ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെയും ഒരുപോലെ കാണാനായിട്ട് പറ്റും. അതിന് പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയും. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഇത്ര ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ലാസ്റ്റ് നമ്മൾ പറയുന്ന സാധനമാണ് റെറ്റിന ആൻഡ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. റെറ്റിനയും നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സും എന്താണ്? ഇപ്പൊ നമ്മൾ റെറ്റിനേന്റെ ഉള്ളിലാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞില്ലേ? അത് പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. റെറ്റിനേന്റെ ഉള്ളിലാണ് നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് എല്ലാവരും ഇരിക്കണേന്ന് പറഞ്ഞു ആണല്ലോ. ഇനി ഏതൊക്കെയായിരുന്നു നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ്? റോഡ് സെൽസും കോൺ സെൽസും ആണല്ലോ. ഇവർക്ക് ആ പേര് വന്നത് തന്നെ കാരണം ഈ ഇമേജ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മഞ്ഞ കളറുള്ള ഇതാണ് ഈ റോഡ് സെൽസ്. റോഡ് സെൽസ് കണ്ടോ? ഇങ്ങനെ റോഡ് ഷേപ്പിലാണ്. ഓക്കെ, ഇത് റോഡ് സെൽസ് എന്ന് പറയുന്നത് റോഡ് ഷേപ്പിലാണ്. റോഡ് ഷേപ്പിലാണ്. മറ്റേത് കോൺ സെൽസ് കോൺ ഷേപ്പിലാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പേര് തന്നെ വന്നത്. റോഡ് സെൽസ് എന്നും കോൺ സെൽസ് എന്നും പേരേ വരാനുള്ള കാരണം എന്താണ്? അവർക്ക് അവരുടെ ഷേപ്പ് അങ്ങനെയാണ്. റോഡ് സെൽസ് റോഡ് ഷേപ്പാണ്, കോൺ സെൽസ് കോൺ ഷേപ്പാണ്. അങ്ങനെയാണ് അവർക്ക് പേര് വന്നത്. ഇനി വേറെ ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ റോഡ് സെൽസിന്റെ എണ്ണമാണ് കൂടുതൽ. അതായത് ഡിം ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന റോഡ് സെൽസിന്റെ എണ്ണമാണ് കൂടുതലുള്ളത്. കോൺ സെൽസിന്റെ എണ്ണം കുറവാണ്. ഓക്കെ, ഇനി റോഡ് സെൽസിന്റെയും കോൺ സെൽസിനെയും പറ്റിയിട്ട് നമ്മൾ പറയാൻ പോവാട്ടോ. അതായത് നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പറയുവാണേ. ഫോട്ടോ റിസപ്റ്റേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പറയാൻ പോവാണ്. നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആരൊക്കെയാന്നാ പറഞ്ഞത്? നമ്മള് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആരൊക്കെയായിരുന്നു? റോഡ് സെൽസും കോൺ സെൽസും. ആദ്യത്തെ സെല്ല് റോഡ് സെൽസ് എന്ന് പറയാം. ഓക്കെ, റോഡ് സെൽസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ സെൽസ് ആണ് ആര്? കോൺ സെൽസ് അല്ലെ? ഈ രണ്ട് സെൽസ് ആണ് നമ്മുടെ കണ്ണിലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞു റോഡ് സെൽസിന്റെ എണ്ണമാണ് കൂടുതലുള്ളത്. ഓക്കെ, ഇനി റോഡ് സെൽസിന്റെ ഉള്ളിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റിന്റെ പേരാണ് റോഡോപ്സിൻ. റോഡോപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിഗ്മെന്റ് ഉണ്ട്. റോഡ് സെൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? റോഡോപ്സിൻ. ഇപ്പൊ നമ്മൾ മെലാനിൻ പിഗ്മെന്റ് ഒക്കെ പറഞ്ഞല്ലേ, നമ്മുടെ ഐറിസിൽ മെലാനിൻ പിഗ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതുപോലെ റോഡ് സെൽസിലുള്ള പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ. ഇനി കോൺ സെൽസിലുള്ള പിഗ്മെന്റിനെ പറയുന്ന പേരാണ്, കോൺ സെൽസിൽ വേറെ പിഗ്മെന്റ് ആട്ടോ, റോഡോപ്സിൻ അല്ല. കോൺ സെൽസിലുള്ള പിഗ്മെന്റിന്റെ പേരാണ് ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ. അതിനെ തന്നെ വേറൊരു പേരും കൂടി പറയും, അയോഡോപ്സിൻ. അയോഡോപ്സിൻ എന്നും പറയും. ഫോട്ടോപ്സിനും ഉണ്ട്, അയോഡോപ്സിനും ഉണ്ട്. ഈ രണ്ട് പേരിൽ പറയും. രണ്ട് പിഗ്മെന്റ് അല്ല കേട്ടോ, ഒരു പിഗ്മെന്റ് തന്നെയാണ്. അതിന് പറയുന്ന പേരാണ് ഫോട്ടോപ്സിൻ ഓർ അയോഡോപ്സിൻ. ഓക്കെ, അപ്പൊ റോഡ് സെൽസിലുള്ള പിഗ്മെന്റിന്റെ പേര് റോഡോപ്സിൻ. ഓക്കെ, ഇനി ഈ റോഡോപ്സിൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീൻ ആയിട്ടുള്ള ഓപ്സിൻ. ഒരു മിനിറ്റ്. നമ്മുടെ റോഡോപ്സിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആരെ കൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്സിൻ എന്ന് പറഞ്ഞിട്ടൊരു പിഗ്മെന്റും
പിഗ്മെന്റ് അല്ല, സോറി, ഒരു പ്രോട്ടീൻ ആണ് ഓപ്സിൻ. അതുപോലെ തന്നെ റെറ്റിനാൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഈ റെറ്റിനാൽ ആക്ച്വലി എന്താണെന്നറിയോ? ഈ റെറ്റിനാൽ ഉണ്ടാക്കിയിട്ടുള്ളത് വൈറ്റമിൻ എ കൊണ്ടാണ്. വൈറ്റമിൻ എ. ഓക്കെ, വൈറ്റമിൻ എന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് റെറ്റിനാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓപ്സിൻ എന്താണ്? ഒരു പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഓപ്സിനും റെറ്റിനാൽ എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ എന്റെ കോമ്പൗണ്ടും കൂടി ചേർന്നിട്ടാണ് ആരുണ്ടാക്കിയിട്ടുള്ളത്? റോഡോപ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. റോഡോപ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതേ ഓപ്സിനും റെറ്റിനാളും കൊണ്ട് തന്നെയാണ് ഫോട്ടോപ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. കോമ്പൗണ്ടിന്റെ പേര് വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സെയിം സാധനം തന്നെയാണ്. അതായത് ഓപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീനും റെറ്റിനാൽ എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ എയും കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? റൊഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എന്താണ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് നല്ലോണം കഴിക്കണം. കാഴ്ചക്ക് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്. ഇപ്പൊ നമ്മുടെ ലീഫി വെജിറ്റബിൾസ്, അങ്ങനെ ഇലക്കറികൾ, അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ റാബിറ്റ് അല്ല, ക്യാരറ്റ്, അങ്ങനത്തെ ഒക്കെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കണത് കണ്ണിന് നല്ലതാണെന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിലൊക്കെ ആരുണ്ട്? വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ എ കൊണ്ടാണ് റെറ്റിനാൽ ഉണ്ടാക്കണത്. ഈ റെറ്റിനാൽ ഉണ്ടെങ്കിലേ റൊഡോപ്സിനും ഫോട്ടോപ്സിനും ഒക്കെ ഉള്ളൂ. അതായത് കോൺസെൽസ് എന്ന് പറയണത് കോൺസെൽസ് ആയാലും റോഡ് സെൽസ് ആയാലും അവരുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്സിനും റെറ്റിനാലും വേണം. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. റോഡ് സെൽസ് ഇല്ല, കോൺസെൽസ് ഇല്ല, കാഴ്ചശക്തി നമുക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് പിഗ്മെന്റിന്റെ പേരാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ന്. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ റെറ്റിനയിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഫോട്ടോ റിസപ്റ്റേഴ്സിന്റെ പേരെന്തായിരുന്നു? റോഡ് സെൽസും കോൺ സെൽസും. റോഡ് സെൽസിലുള്ള പിഗ്മെന്റ് ഏതാ? റോഡോപ്സിൻ. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള ഓപ്സിൻ കൊണ്ടും വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആയിട്ടുള്ള റെറ്റിനാൽ കൊണ്ടും. ഓപ്സിൻ പ്ലസ് റെറ്റിനാൽ, അതുകൊണ്ടാണ് റോഡോപ്സിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവര് ഈ റോഡ് സെൽസ് ആക്റ്റീവ് ആയിട്ടുണ്ടാവുക എപ്പോഴായിരിക്കും? ഡിം ലൈറ്റിലായിരിക്കും. അതായത് ഈ രാത്രി കാലങ്ങളിലൊക്കെയാണ്. അതായത് ലൈറ്റ് ഇല്ലാത്ത സമയങ്ങളിൽ, ഡിം ലൈറ്റ് ഉള്ള സമയത്ത് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? റോഡ് സെൽസ്. കോൺ സെൽസോ നല്ല കളറുള്ള ബ്രൈറ്റ് കളറിലുള്ള നമ്മുടെ ആൾക്കാരാണ് കോൺ സെൽസ്. ഈ റോഡ് സെൽസിന് ഒരിക്കലും കളറിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ, ഇപ്പൊ നമ്മള് റൂമിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് രാത്രി കിടക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാള് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്, ഒരു കസേര അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടേബിള്, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ആ ടേബിളിന്റെ കളർ എന്താ, ചെയറിന്റെ കളർ എന്താ, നമ്മുടെ ഡ്രസ്സ് ചിലപ്പോ ഹാങ്ങറിന് തൂങ്ങുന്നുണ്ടാവും, നമ്മുടെ ഡ്രസ്സ്, ആ ഡ്രസ്സ് ഏതാ, ഡ്രസ്സ് അതിന്റെ കളർ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണ്ട? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാ? റോഡ് സെൽസിന് കളറിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അവർ ഡിം ലൈറ്റിൽ ഒരു ഇമേജ് ഫോർമേഷൻ മാത്രമേ ഉള്ളൂ. കളറിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് റോഡ് സെൽസ്. ഓക്കെ, കോൺ സെൽസ് പക്ഷെ അങ്ങനെയല്ല. കോൺ സെൽസിന് കളറിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കളറിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ആര്? കോൺ സെൽസ്. എസ്പെഷ്യലി അവര് ഡിറ്റക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി കളേഴ്സ് ഇല്ലേ, പ്രൈമറി കളേഴ്സിനെയാണ് അവർ ഡിറ്റക്ട് ചെയ്യുക. ഏതൊക്കെയാ നമ്മുടെ പ്രൈമറി കളേഴ്സ്? ഏതൊക്കെയാ? ഏതൊക്കെയാണ് നമ്മുടെ പ്രൈമറി കളേഴ്സ്? റെഡ്, ഗ്രീൻ, ബ്ലൂ. ഈ മൂന്നെണ്ണാണല്ലോ നമ്മുടെ പ്രൈമറി കളേഴ്സ്. ഈ മൂന്ന് പ്രൈമറി കളേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ആൾക്കാരാണ് ആര്? കോൺസെൽസ്. ബാക്കി എല്ലാ കളറുകളും, ഈ മൂന്ന് കളറിന്റെ വേരിയസ് കോമ്പിനേഷൻ കാരണമാണ് ബാക്കി ഈ ലോകത്തിലുള്ള എല്ലാ കളേഴ്സും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഈ മൂന്ന് റെഡ്, ഗ്രീന്, ബ്ലൂ എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി കളേഴ്സ്. ഈ കളേഴ്സിന്റെ വേരിയസ് ലെവലിലുള്ള കോമ്പിനേഷൻ ആണ് ബാക്കി എല്ലാ കളറുകളും. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കണം. അതായത് അപ്പൊ ഈ മൂന്ന് ഡിഫറെന്റ് പ്രൈമറി കളേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് മൂന്ന് ഡിഫറെന്റ് കോൺസെൽസ് തന്നെ ഉണ്ട്. അതായത് റോഡ് സെൽസ് എന്ന് പറയുന്നത് സിംഗിൾ ടൈപ്പ് ആണ്. ഇപ്പൊ ഒരു 20,000 റോഡ് സെൽസ് ഉണ്ടെങ്കിൽ 20,000 ഒരുപോലെ തന്നെയാണ്. ഒരേ സാധനം തന്നെയാണ്. ഫോട്ടോപ്സിൻ അല്ല, റോഡോപ്സിൻ, ഓപ്സിനും റെറ്റിനാലും കൊണ്ട് ചേരുന്ന റോഡോപ്സിനുള്ള 20,000 റോഡ് സെൽസ്. ഓക്കെ, സെയിം ആണ്. പക്ഷെ കോൺ സെൽസ് അങ്ങനെയല്ല. മൂന്ന് ടൈപ്പ്
കോൺസെൽസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ റെറ്റിനയിലുള്ളത്. ആ 3 ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ 3 പ്രൈമറി കളേഴ്സിനെ ഡിറ്റക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. 3 പ്രൈമറി കളേഴ്സിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ആൾക്കാരാണ് ആര്? ഈ 3 ടൈപ്പ് കോൺസെൽസ് എന്ന് പറയുന്നത്. റോഡ് സെൽസ് ഒറ്റ ടൈപ്പേ ഉള്ളൂ. കോൺസെൽസ് 3 ടൈപ്പ് ഉണ്ട്. ആ 3 ടൈപ്പ് എന്ന് പറയുന്നത് 3 ഡിഫറെന്റ് കളേഴ്സിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റെഡ്, ഗ്രീന്, ബ്ലൂ. ഇങ്ങനെ 3 ടൈപ്പ് വരാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ഇവരിലുള്ള പിഗ്മെന്റിന്റെ പേരെന്തായിരുന്നു? ഇവരിൽ നമുക്കൊരു പിഗ്മെന്റ് ഇല്ലേ? ആ പിഗ്മെന്റിന്റെ പേരെന്താ? ഫോട്ടോപ്സിൻ. കോൺസെൽസിൽ കാണുന്ന പിഗ്മെന്റ് എന്താണ്? ഫോട്ടോപ്സിൻ ആണ് കോൺസെൽസിൽ കാണുന്ന പിഗ്മെന്റ് ആണല്ലോ. ഈ ഫോട്ടോപ്സിനിന്റെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാ? ഫോട്ടോപ്സിൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാ? റെറ്റിനാലും ഓപ്സിനും. ഓപ്സിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു പ്രോട്ടീൻ അല്ലേ? ഓപ്സിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ ഉണ്ടല്ലോ, ഈ പ്രോട്ടീനിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ? കുറെ അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്ത് ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ ഒരു പ്രോട്ടീൻ എന്ന് പറയണത്. കുറെ അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു പ്രോട്ടീനെ കിട്ടുന്നത്. അപ്പൊ ഈ അമിനോ ആസിഡ്സിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺസെൽസ് ഉണ്ടാവുന്നത്. ഓക്കെ, അമിനോ ആസിഡ്സിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺസെൽസിനെ കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇതാണ് നിങ്ങളുടെ റെറ്റിന ആൻഡ് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ പഠിക്കുന്നത്. ഒന്നുകൂടെ ജസ്റ്റ് ഇപ്പൊ ഈ കോൺസെൽസിനെ റോഡ് സെൽസിനെ പറ്റിയിട്ട് മാത്രം പറഞ്ഞുതരാം. അതായത് റോഡ് സെൽസിനെയും കോൺസെൽസിനെയും പറ്റി മാത്രം പറയുവാണേ. അതായത് നമുക്ക് നമ്മുടെ റെറ്റിനയിൽ കുറേ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിലുള്ള ആൾക്കാരാണ് ആ ഫോട്ടോ റിസപ്റ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ അയ്യോ ആദ്യത്തെ ആൾക്കാരാണ് റോഡ് സെൽസ്. രണ്ടാമത്തെ ആൾക്കാര് കോൺസെൽസ്. റോഡ് സെൽസും ഉണ്ട്, കോൺസെൽസും ഉണ്ട്. ഇവരുടെ ഷേപ്പ് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം. റോഡ് സെൽസ് എന്ന് പറയുമ്പോൾ റോഡ് ഷേപ്പ് ഉള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് അവരെ റോഡ് സെൽസ് എന്ന് വിളിക്കുന്നത്. കോൺസെൽസ് എന്ന് പറയുമ്പോൾ കോൺ ഷേപ്പ് ആണ്, അതുകൊണ്ടാണ് അവരെ കോൺസെൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ റെറ്റിനയിൽ റോഡ് സെൽസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. കോൺസെൽസിനേക്കാൾ കൂടുതൽ റോഡ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി റോഡ് സെൽസിൽ ഉള്ള പിഗ്മെന്റിന്റെ പേരാണ് റോഡോപ്സിൻ. റോഡോപ്സിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷ്വൽ പിഗ്മെന്റ് ഉണ്ട്, റോഡോപ്സിൻ. കോൺസെൽസിലുള്ള പിഗ്മെന്റിന്റെ പേരാണ് ഫോട്ടോപ്സിൻ. ഓക്കെ, റോഡ് സെൽസിൽ റോഡോപ്സിൻ, കോൺസെൽസിൽ ഫോട്ടോപ്സിൻ ഓർ അയോഡോപ്സിൻ എന്ന് പറയും. ഓക്കെ, ഈ റോഡോപ്സിനും ഫോട്ടോപ്സിനും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള ഓപ്സിൻ പ്ലസ് വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആയിട്ടുള്ള റെറ്റിനാൽ. ഈ ഓപ്സിനും റെറ്റിനാലും വെച്ചിട്ടാണ് റോഡോപ്സിനെയും ഫോട്ടോപ്സിനെയും നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, റോഡോപ്സിനെയും ഫോട്ടോപ്സിനെയും ഉണ്ടാക്കുന്നത് ഓപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു പ്രോട്ടീൻ ആണ്. ഓക്കെ, പ്രോട്ടീൻ. ഇതൊരു വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവ് ആണ് റെറ്റിനാൽ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി റോഡ് സെൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഡിം ലൈറ്റിലാണ് ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. റോഡ് സെൽസ് ഡിം ലൈറ്റിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഡിം ലൈറ്റ്. ഓക്കെ, ഈ റോഡ് സെൽസിന്റെ പ്രത്യേകത അവർക്ക് കളറിനെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം അവർ രാത്രിയിലുള്ള വിഷൻ കൊടുക്കുന്ന ആൾക്കാരാണല്ലോ, രാത്രി കാഴ്ചക്കുള്ള ആൾക്കാരാണ് റോഡ് സെൽസ്. അപ്പൊ കളർ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അവർക്ക് അറിയില്ല. പക്ഷെ കോൺ സെൽസ് എങ്ങനെയാണ്? നല്ല
എന്താ പറയാ, നല്ല കളർ ലൈറ്റ് അല്ലെങ്കിൽ കളർ വിഷൻ പോസിബിൾ ആക്കുന്ന ആൾക്കാരാണ് കോൺ സെൽസ്. അവർക്ക് കളറിനെ തിരിച്ചറിയാനായിട്ട് പറ്റും. കളറിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് 3 ടൈപ്പ് കോൺ സെൽസ് ആണ് ഉള്ളത്. 3 പ്രൈമറി കളേഴ്സിനെ തിരിച്ചറിയാനായിട്ട് 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോൺ സെൽസ് ഉണ്ട്. ആ 3 ഡിഫറെന്റ് കളേഴ്സ് അല്ലെങ്കിൽ 3 ഡിഫറെന്റ് ടൈപ്പ് കോൺ സെൽസ് എന്ന് നമ്മൾ പറയാൻ കാരണം അവരുടെ ഉണ്ടാക്കിയിരിക്കുന്നതിൽ ചില വ്യത്യാസമുണ്ട്. അതെന്താണ്? ഈ ഓപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് അമിനോ ആസിഡ്സ് ഇങ്ങനെ ചേർന്ന് ചേർന്ന്, ഇപ്പൊ കുറെ അമിനോ ആസിഡ്സ് ഉണ്ട്, ഗ്ലൈസിൻ, അലനിൻ, വാലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ അമിനോ ആസിഡ്സിൽ വരുന്ന വേരിയേഷൻ, ഇപ്പോ ഒന്നിലിപ്പോ ഗ്ലൈസിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, വാലിൻ അതാണ് ഒന്നെന്നുണ്ടെങ്കിൽ അടുത്തതിൽ ഗ്ലൈസിൻ, അലനിൻ, വാലിൻ ആയിരിക്കും. അപ്പൊ ഒരു അമിനോ ആസിഡ് മാറിയില്ലേ? അങ്ങനെ അമിനോ ആസിഡിൽ വരുന്ന വ്യത്യാസം കാരണമാണ് 3 ടൈപ്പ് ഓഫ് കോൺസെൽസ് ഉണ്ടാവുന്നത്. 3 ടൈപ്പ് കോൺസെൽസ് ആണ് ഒരു ആൾക്ക് ഉണ്ടാവുക. അത് എന്തിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും? 3 ഡിഫറെന്റ് ആയിട്ടുള്ള നമുക്ക് പ്രൈമറി കളേഴ്സ് ഉണ്ട്. ഈ 3 പ്രൈമറി കളേഴ്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ആൾക്കാരാണ് 3 മീൻസ് 3 ടൈപ്പ് ഓഫ് കോൺ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവര് ഈ റോഡ് സെൽസിലാണെങ്കിലും കോൺ സെൽസിലാണെങ്കിലും അവർക്ക് പിഗ്മെന്റ് ഉണ്ട്, വിഷ്വൽ പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റിന്റെ പേരാണ് റൊഡോപ്സിനും ഫോട്ടോപ്സിനും ഒക്കെ. അവരുണ്ടാക്കിയിട്ടുള്ളത് സെയിം സാധനം കൊണ്ടാണ്. ഓക്കെ, സെയിം സാധനം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഓപ്സിനും റെറ്റിനാലും ചേർന്നിട്ടാണ് റോഡോപ്സിനെയും ഫോട്ടോപ്സിനെയും നമ്മൾ ഉണ്ടാക്കുന്നത്. റോഡ് സെൽസ് രാത്രികളിൽ ഡിം ലൈറ്റ് ഉള്ളപ്പോഴാണ് റോഡ് സെൽസ് വിഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോൺ സെൽസ് എപ്പോഴാണ്? കളർ വിഷൻ ആണ്. അതായത് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സമയത്താണ് കോൺ സെൽസ് വിഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്ന് എടുക്കാനുള്ളത്. അപ്പൊ ഇന്ന് എടുക്കുന്ന പോർഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് ഒന്ന് ഫോർമേഷൻ ഓഫ് ഇമേജ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇതിലെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. റോഡ് സെൽസ്, പിഗ്മെന്റ്, ഇത്രേ ഉള്ളൂ. ഇതില് പിഗ്മെന്റിന്റെ പേരെന്തായിരുന്നു? റോഡ് സെൽസിലാണെന്നുണ്ടെങ്കിൽ പിഗ്മെന്റിന്റെ പേരെന്താണ്? പിഗ്മെന്റിന്റെ പേരെന്തായിരുന്നു? റോഡ് സെൽസിൽ റോഡോപ്സിൻ പിഗ്മെന്റ്. കോൺ സെൽസിലാണെങ്കിലോ അവരെ നമ്മൾ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയോഡോപ്സിൻ എന്നൊക്കെ വിളിക്കും. ഇവരുടെ ഷേപ്പ് എങ്ങനെയാ? റോഡ് ഷേപ്പ് ആണ് ഇവർക്കുള്ളത്. കോൺ സെൽസിന്റെ ഷേപ്പ് എന്താ? കോൺ ഷേപ്പ് ആണ് ഉള്ളത്. അവരുടെ ഫങ്ഷൻ എന്താ? ഡിം ലൈറ്റിൽ വിഷൻ കൊടുക്കുക. ഡിം ലൈറ്റിൽ വിഷൻ പോസിബിൾ ആക്കുന്ന ആൾക്കാരാണ് റോഡ് സെൽസ്. കോൺ സെൽസ് ആണെങ്കിലോ കളേർഡ് വിഷൻ ആണ്. അതായത് നല്ല കളറിൽ നമുക്ക് കാര്യങ്ങളെ കാണാൻ പറ്റും. കളേർഡ് വിഷൻ ആണ് ഇവർ കൊടുക്കുന്നത്. ഇതാണ് റോഡ് സെൽസിന്റെയും കോൺ സെൽസിന്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ള പോർഷൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, നമ്മളപ്പോ ഇന്ന് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് വരുന്നു. അപ്പൊ ആ ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ആരൊക്കെയുള്ളത്? ഐറിസും പ്യൂപ്പിളും ആണ് ഉള്ളത്. പിന്നെ അങ്ങനെ ലൈറ്റ് റെറ്റിനയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? റെറ്റിനയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണത്? അവിടെ ഇമേജ് ഫോർമേഷൻ നടക്കും. അപ്പൊ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും നിയർ ഒബ്ജക്റ്റ് ആണെങ്കിലും ഇമേജ് ഫോർമേഷൻ നടക്കും. അങ്ങനെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, റോഡ് സെൽസും കോൺ സെൽസും അവരെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു.